അങ്ങനെ ഓണത്തിന് സാധനം വാങ്ങിച്ച എല്ലാ കണക്കും കൂടെ 4000 രൂപ ആയിട്ടുണ്ട്. പക്ഷെ നമ്മളിത് 5000 ഒക്കെ റൗണ്ട് ചെയ്തായിരിക്കും അവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഈ 1000 ഏത് കണക്കി കയറ്റും? മിസ്ലേനീസ് അതൊന്നും അതിൽ മോത്തിരിക്കുന്ന പപ്സിന്റെ പൊടി കുറച്ചവ. കേണൽ അമ്പാടി നീയാ? അളിയ കൂട്ടുകാരൊക്കെ ശരിയാ, പക്ഷെ 10 മണിനകത്ത് തരാൻ പറ്റത്തില്ല. പ്രിൻസിപ്പാളിന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. ഇതൊരു മുട്ട പപ്സ ഞങ്ങളുടെ ഒരു എളിയ സമ്മാനമായിട്ട് കൂട്ടിയിട്ട് ഞങ്ങളെ അകത്ത് കയറ്റണം. അളിയ നടക്കത്തില്ല. ഒരു NCC കേഡറ്റ് എനിക്ക് സ്കൂളിന്റെ സുരക്ഷയാണ് മുൻഗണന. അവിടെ എൻ്റെ മുൻപിൽ സുഹൃത്ത് ബന്ധങ്ങളൊന്നുമില്ല. എൻ്റെ ഡ്യൂട്ടിയാണ് എനിക്ക് വലുത്. ജയ് ഹിന്ദ്. ഇങ്ങനൊന്നും ഇതൊക്കെ ശരിയാകത്തില്ല. എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എടാ, നമ്മുടെ ശത്രു സ്കൂളായ ഉപ്പൂറ്റി ഏൽപ്പിച്ചിട്ട് 2 അവന്മാർ ഈ മതിലിൻ്റെ അവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. എടാ, അവന്മാരല്ലേ സ്കൂളിൽ നിന്ന് നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ നിന്റെ ക്രെഡിബിലിറ്റിക്ക് എന്നത് മോശമാണ്. ചേടാ, ഞാൻ ആ കാര്യം വിട്ടുപോയി. നീക്ക് 2 മിനിറ്റ് ഇവിടെ ഞാൻ പോയി ഡിലേ ഇതാ വരുന്നു. 2 മിനിറ്റ് നിൽക്കണേ. 2 മിനിറ്റ് ലക്ഷ്മിയൊക്കെ വന്നാണോ? ആ, ഓണത്തപ്പനൊക്കെ ഉണ്ടല്ലേ? ഓ അതല്ലേ. എടാ നോക്കിക്കിരിക്കണേ, മേലെ ഓടൊക്കെ പൊട്ടിയിരിക്കുന്നേ. ആ ശരി സാറേ. എവിടെ ആയിക്കണേ നീയൊക്കെ? എത്ര നേരം നീയൊക്കെ പോയിട്ട്? ആ എത്രയായി? നീ ഇത് പിടി അങ്ങോട്ട്. സാധനമൊക്കെ അവിടെ വെച്ചേക്ക്. ആ ബില്ലിഞ്ഞെടു. ഓ അതെ, അങ്ങനെ അങ്ങ് പോയാലോ? ഇതെന്തോടാ 5000 ഒന്ന് ചുമ്മാ എഴുതിക്കൊണ്ട് വന്നേക്കുന്നത്? ഇത് ആർക്ക് വേണമെങ്കിലും എഴുതാല്ലേ? നീ അല്ലേ എഴുതിയത്? നീ അല്ലേ? എടാ, ആ കടയെ GST ഒന്നുമില്ലാത്ത കടയായിരുന്നു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചുകൊണ്ടാ പുള്ളി ഇങ്ങനെയെങ്കിലും ഒരു ബില്ല് എഴുതുന്നത്. ഇങ്ങനെല്ലാം കറങ്ങി കിടന്നില്ല ഒപ്പിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടാ പൈസ തരേണ്ടത്. ഇതിൻ്റെ പൈസ തരാം. ഉണ്ടോ? ഇല്ലല്ലേ? അപ്പൊ പോവല്ലേ ഞങ്ങൾക്ക്? ഇനി ഞങ്ങൾക്ക് പോവല്ലേ? അവൻ ചിലപ്പോ സത്യമായിരിക്കും. എല്ലാരും ഗ്രൗണ്ടിലേക്ക് പെട്ടെന്ന് വെച്ച് തരണം. ഓണപ്പരിപാടി തുടങ്ങാൻ പോവാണ്. ആർപ്പോയ്! അങ്ങനെ ഈ വർഷത്തെ ഓണപ്പരിപാടി തുടങ്ങാൻ പോവാണ്. ആദ്യമായി കസേര കളി. കണ്ടു നിൽക്കുന്ന കുട്ടികളെല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. റെഡി സ്റ്റാർട്ട്. ആ അംശമായിട്ട് മാറ്. ആ കസേര എടുത്ത് മാറ്റി. അയ്യേ കളിക്കാറുണ്ട്. അടിപൊളി. അങ്ങനെ തന്നെ. അടുത്ത ലെമൺ വിത്ത് സ്പൂൺ മത്സരമാണ്. പേര് തന്നിട്ടുള്ള എല്ലാവരും ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. ഒരു വർഷം പോയത് എത്ര പെട്ടെന്നാ. എൻ്റെ പ്രജകളൊക്കെ എന്തി? ഏതാ യുവമാര്? നാം എന്താ ഇവിടെ? പാതാളത്തിൽ നേരെ ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് പ്രജകളെയൊക്കെ കണ്ടിട്ടൊക്കെ അങ്ങ് പാം. നിനക്കെന്താ വയ്യേ? ഇങ്ങോട്ട് വന്നാണ്. നാരങ്ങ എന്ത്? നാം കുനിയാനോ? പണ്ട് നാം ഒന്ന് കുനിഞ്ഞേൻ്റെയാണ് ഇപ്പോൾ വർഷാവർഷം എൻ്റെ പ്രജകളെ കാണാൻ പരോളിന് വരുന്നത് പോലെ വരുന്നത്. ഞാനെടുക്കത്തില്ല. നീ എന്തോടെ ഈ പിച്ചിമയൊക്കെ പറയുന്നേ? എന്തു?
ആരെവിടെ? ആ നാരങ്ങ ഇങ്ങോട്ട് തരിക. ആരാ ആ നാരങ്ങയാ? അതെന്റെ നാരങ്ങയാ. എന്ത്? നമ്മെ ഡാ എന്ന് അഭിസംബോധന ചെയ്യുന്നോ? ധിക്കാരി. എന്നാ ഉണ്ടാ. അപ്പൊ ഒരുമാതിരി നമ്മുടെ രാജാവായിട്ട് ഇവിടെ ഇങ്ങനെ പരിപാടി കാണിക്കുന്നത് ശരിയാണോ? ഇവിടെ ഇരുന്നാണ് നമ്മൾ എങ്ങോട്ട് കൊണ്ടുപോകാൻ? നാമിനെയൊക്കെ കൊണ്ടുപോവാ. എടാ ഇവനെന്തോ പറ്റി? ഒരു കുഴപ്പമില്ലായിരുന്നല്ലേ? അതോ അത് ചേട്ടാ, നേരത്തെ പിടിച്ച പായസേ അടിപൊളിയായിരുന്നു. ഇച്ചിരി കൂടെ സാമ്പിൾ മതി. അയ്യേ പായസോ? അപ്പൊ ഞാൻ വിചാരിച്ചല്ല. അയ്യേ 2 ഗ്ലാസ് പായസം കുടിച്ചാണ് പൂസായിട്ട് ഓരോ കാണിക്കുന്നത്. അയ്യേ ഓടാ. അതിവാശിയേറിയ കണ്ണുകെട്ടി കലപടിയാണ് ഈ സ്റ്റേജിന്റെ ഇടത് ഭാഗത്തായി നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മെ പിടിക്കണ്ട, നാം നടന്നോളാം. എന്ത്? നാം നടക്കുന്ന വഴിയിൽ വഴിമുടക്കിയായി നിൽക്കുന്നോ? അശ്രീകരം. അങ്ങോട്ട് മാറിയിക്ക. കണ്ണു കാണത്തില്ലടാ തെണ്ടി. എടാ ഓണപ്പുരയുടെ പൈസ നോടാ. എന്ത്? നമ്മളുടെ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിവ് നടത്തുന്നോ? ജന്മി. ജന്മിയ അടുത്ത സമ്മാനദാനമാണ്. കസേരകളി 1ാം സമ്മാനം ഗൗതം. എന്ത്? നാം രാജാവായി ഇരിക്കുമ്പോൾ പാരിതോഷികം കൊടുക്കാൻ മറ്റൊരാളോ? നാം കൊടുക്കും. അടുത്തതായി അത്തപ്പൂക്കള മത്സരം. ഫസ്റ്റ് പ്രൈസ് 10C. ഞാൻ കൊടുക്കാം. നാം കൊടുക്കാന്ന്. നാം കൊടുക്കാന്ന്. നാം കൊടുക്കാന്ന്. ഹാപ്പി ഓണം.